ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. നമ്മുടെ വീക്കിലി ക്ലോസ് ചെയ്ത ദിവസമാണ്. അതുകൂടാതെ മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിലൊരു ഒരു മൂവ്മെൻറ്റ് കാലത്ത് വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ടൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. എന്നാൽ ഒരു ബാലൻസ്ഡ് മാർക്കറ്റ് ആയിരുന്നു. ഞാനിന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ വൈസ് വീക്ക് ക്ലോസിംഗ് ആണ്. സോ ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തു? 46, 410, 404, 440 വരെ ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് തിരിച്ചു കയറി 46,680 നമ്മുടെ സപ്പോർട്ടായ 46,600 മുകളിൽ ക്ലോസ് ചെയ്യും. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഇന്നലത്തെ മെനങ്ങാനത്തെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ മെനങ്ങാനത്തെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ റേഞ്ച് ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ ബ്രേക്ക് ഔട്ട് വന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് താഴോട്ട് ബ്രേക്ക് ഡൗൺ വരികയും അവിടെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. സോ അവിടെ നിന്ന് താഴോട്ട് ബ്രേക്ക് ഡൗൺ വരികയും നിഫ്റ്റി ഏകദേശം 22,000 വരെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു ഫ്യൂച്ചർ. അവിടെ നിന്ന് ഏകദേശം 22,120 റേഞ്ചിലാണ് അവസാനത്തെ ടെക്ക് വന്നിരിക്കുന്നത്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെങ്ങനെയുണ്ടായിരുന്നു മാർക്കറ്റൊക്കെ? ട്രേഡിംഗ് ഒക്കെ നടന്നായിരുന്നോ? സോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മോർണിംഗിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? ഞാൻ പ്രതീക്ഷിച്ചത് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഇന്നലത്തെ നമ്മൾ എവിടെയാണ് വന്നത്? നമുക്ക് മാർക്കറ്റ് ഏകദേശം ഇന്നലത്തെ മാർക്കറ്റ് എന്ന് പറയുമ്പം ഏകദേശം 22,000 നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ 22,000 നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഇന്നലത്തെ POC ആയ 22,260 ഇതാണ് POC. ഈ റെഡ് മാർക്ക് നിങ്ങൾ കാണുന്നുണ്ട്, ഈ റെഡ് മാർക്ക്. സോ ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC എന്ന് പറഞ്ഞാൽ 22,260 ആയിരുന്നു. ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഇവിടെ ആയിരുന്നു. 9:15 ഇവിടെ ഓപ്പൺ ചെയ്ത് ഏതായിരുന്നു ഫ്രൈഡേ ഏകദേശം 22,179. ഞാൻ ഇന്നലെ പറഞ്ഞൊരു സപ്പോർട്ട് ഏതാണ്? 22,179. അതിന് താഴെയാണ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? ആ 5 മിനിറ്റ് ചാർട്ടിൽ ഏകദേശം നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങ് അടുത്ത് മുകളിലോട്ട് പോവുകയും താഴോട്ട് വരികയും മുകളിലോട്ട് പോവുകയും താഴോട്ട് വരികയും ചെയ്തതിനു ശേഷം പിന്നെ ഒരു ഷാർപ്പ് ഫാളായിരുന്നു. സോ ഫസ്റ്റ് സപ്പോർട്ടായ 22,110 ബ്രേക്ക് ചെയ്തു. അതിന് താഴെ അവ എവിടം വരെ വന്നു? നിഫ്റ്റി 22,034 ഏകദേശം 22,020 വരെയും ചെയ്തു. സോ നമുക്ക് നമ്മുടെ റെഫറൻസ് ഡൗൺവേർഡ് സപ്പോർട്ടിൽ ആദ്യത്തെ ലെവലിൽ താഴെ ഓപ്പൺ ചെയ്യും. മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ലെവലിൽ താഴെ ഓപ്പൺ ചെയ്ത് അതിന് താഴെയുള്ള ലെവലിൽ ടച്ച് ചെയ്തു. അതിന് താഴെ ലെവൽ ടച്ച് ചെയ്തു. ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞായിരുന്നു. അതായത് ബുധനാഴ്ചത്തെ ക്ലോസിംഗ് അല്ല, ബുധനാഴ്ചത്തെ ലോ 22,020 താഴെ ഒരു കൺസിക്യൂട്ടീവ് ഒരു ക്ലോസിംഗ് കിട്ടാതെ നമ്മൾ ഇനി ഷോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. സോ അത് അതേപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് 22,024 താഴെ പോയി. എന്നാൽ പോലും പക്ഷേ ഇന്നത്തെ ക്ലോസിംഗ് എത്രയാണ്? ലാസ്റ്റ് ടിക്ക് നടന്നിരിക്കുന്നത് 22,120 സോ ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഇന്നത്തെ ഓർഡർ ഫ്ലോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ ഓർഡർ ഫ്ലോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സോ ഇത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഓർഡർ ഫ്ലോ ആണ് ഈ ചാർട്ട്. ഇപ്പോൾ ഈ ചാർട്ട് എന്ന് പറയുമ്പോൾ ഇത് 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ ചാർട്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. മാർക്കറ്റ് നമ്മളെ ഇന്ന് മോർണിംഗിൽ ഇതാണ് നമ്മുടെ മാർക്കറ്റ്. ഇന്ന് മോർണിംഗിലെ ഫസ്റ്റ് അരമണിക്കൂർ മോർണിംഗ് ഓപ്പൺ ചെയ്യുകയും ഈ ചുവന്ന ലൈൻ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് സെല്ലിംഗ് ഏരിയ ആണ്. സോ 21,134 ആ റേഞ്ചിൽ സെല്ലിംഗ് ഉണ്ടാവുകയും ചെയ്തു. സോ അത് ആ മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് വരികയും പിന്നെ വന്ന് ശ്രദ്ധിച്ചായിരിക്കും ഉച്ചയ്ക്ക് ഒരു 1:15 ശേഷം പിന്നെ കവറിംഗ് ആണ് നടന്നത്. ഷോർട്ട് കവറിംഗ് അല്ല, ഈ താഴത്തെ റേഞ്ചിൽ വിറ്റവരൊക്കെ പ്രോഫിറ്റ് കിട്ടാത്തതുകൊണ്ട് അവർ പൊസിഷൻസ് കവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ പൊസിഷൻസ് കവർ ചെയ്ത് എന്നിരുന്നാൽ പോലും നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 22,130 മുകളിൽ 2 പ്രാവശ്യം ലാസ്റ്റ് ഒരു മണിക്കൂറകത്ത് ഹൈ വന്നു. ആ ലാസ്റ്റ് ഏകദേശം 2:15 ശേഷമുള്ള ആ 1.25 മണിക്കൂറിനകത്ത് 2-3 പ്രാവശ്യം അതിന് മുകളിൽ നമ്മൾ പോയി. ഒരു 22,155 മുകളിൽ പോയി. പക്ഷെ അവസാനത്തെ ടിക്ക് നടന്നേക്കുന്നത് 22,120 വേണം. അപ്പോൾ സോ ഈ സെല്ലർ 22,130 എന്ന് പറഞ്ഞൊരു സെല്ലർ സ്ട്രോങ് ആണ്. അതൊരു റെഫറൻസ് പോയിന്റാണ് നമുക്കൊന്ന് എടുക്കേണ്ടി വരും ഓർഡർ ഫ്ലോയിൽ. ആ റേറ്റിന് അവിടെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും അവിടെ താഴോട്ട് ഇറങ്ങുന്നതിന് അർത്ഥം എന്നാണ് അവിടെ ഒരു സെല്ലിംഗ് നടക്കുന്നുണ്ടെന്ന് അർത്ഥം. സോ നമുക്ക് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാർട്ട് നമ്മൾ കണ്ടായിരുന്നു. നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവാം. സോ ഇന്നത്തെ നിഫ്റ്റിയുടെ POC എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഇന്നത്തെ നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞാൽ 22,094. സോ ഇന്നത്തെ POC വിവാപ്പം ഏകദേശം അടുത്തടുത്താണ് നിൽക്കുന്നത്. 22,094 മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 22,121 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ സ്വാഭാവികം മറ്റും POCക്ക് മുകളിലായതുകൊണ്ട്
മാർക്കറ്റ് നമുക്ക് എങ്ങനെ വേണോ ചെയ്യാം. സോ ഇന്നത്തെ POCക്ക് മുകളിൽ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു കറുത്ത ലൈൻ നിങ്ങൾ കാണുന്നത് 139 140 അതാ 22,140 എന്ന് പറഞ്ഞൊരു സെല്ലറാണ്. നമ്മുടെ ഓർഡർ ഫ്ലോ ചെയ്ത് 22,130 ആണെങ്കിലും ഇവിടെ ഒരു 140. സോ 22,130 140 ഏരിയ ഒരു സെല്ലിംഗ് നടന്ന ഏരിയയാണ്. അത് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. നാളെ മാർക്കറ്റ് ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സോ നമുക്ക് ഈ POC ലെവൽ വെച്ച് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ 22,195 മുകളിൽ നിഫ്റ്റി നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് 22,140യും അതിന് മുകളിൽ ഇന്നലത്തെ POC ആയ ഇന്നത്തെ ഹൈ ഉണ്ട്. ഇവിടെ ഒരു സിംഗിൾസ് വന്നിട്ടുണ്ട്. ഈ പീരീഡിലെ സിംഗിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നല്ല ഓളിയുള്ള ദിവസമായിരുന്നു മോർണിംഗിൽ. സോ ഇതിൻ്റെ ഹൈ ആയ 22,195 നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ 22,195 മുകളിൽ മാർക്കറ്റ് പോകുകയാണെങ്കിൽ ഇന്നലത്തെ POC ആയ 22,260 ടെസ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ 22,260 മുകളിൽ മാത്രമേ അടുത്തൊരു ട്രെൻഡ് മൂവ്മെന്റ് വരാൻ ചാൻസ് ഉള്ളൂ. സോ ഇനി താഴോട്ട് വരുന്ന കണ്ടീഷൻ. സോ നമുക്ക് ഫസ്റ്റ് വരുന്നതിന് നമ്മൾ താഴോട്ട് വരുമ്പം 22,071 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട്സ് ഉണ്ടാണ് ഇന്ന് കുറേ സമയം ആക്ട് ചെയ്തായിരുന്നു. സോ 22,071 അതിന് താഴെ ഇന്നത്തെ ലോ ആയ 22,000 നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. സോ ഈ 22,000 22,070 സപ്പോർട്ടും നമുക്ക് കൃത്യം പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഉള്ളത് ഈ വിർജിൻ POC ആയ 21,971 നമുക്ക് ഡിമാൻഡ് ഉള്ളത്. ഈ 21,971 താഴെ നമ്മൾ പറഞ്ഞ വീണ്ടും ഏത് ലെവലാണ് ഇന്നലെ പറഞ്ഞിരുന്നു 21,835 36 ഈ രണ്ട് ലെവലും ഉണ്ട്. സോ ഈ രണ്ട് ലെവലും നോക്കണം. സോ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് അടുത്ത ആഴ്ച നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറുടെ പുതിയ റിപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട്. ജനറൽ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ അങ്ങനെ വരികയാണെങ്കിൽ വിക്സ് കുറച്ചും കൂടെ കൂടുവാനും നെക്സ്റ്റ് വീക്കിൽ നല്ല വോളറ്റിലിറ്റി വരാനും ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഇനി നാളെ അല്ലെങ്കിൽ മറ്റേ ഞായറാഴ്ച നമ്മൾ വീക്കിലി അനാലിസിസിൻ്റെ വീഡിയോ തരുന്നതാണ്. ആ വീക്കിലി അനാലിസിസിൻ്റെ വീഡിയോയിൽ നമുക്ക് ഈ വീക്കിലിൻ്റെ ലെവൽ നമുക്ക് നോക്കിക്കൊണ്ട് പോകാം. സോ ഇത് നിഫ്റ്റിയുടെ ഒരു ലെവലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാർട്ട് ഇതാണ് നിങ്ങൾ കാണുന്നത് ബാങ്ക് നിഫ്റ്റി ഓർഡർ ഫ്ലോ. സോ നിങ്ങൾ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാർട്ടിനെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുമല്ലോ. കാലത്ത് മോർണിംഗിൽ ഈ സെല്ലിങ് വന്നതിന് ശേഷം ബാങ്ക് നിഫ്റ്റി എന്താ സംഭവിച്ചത്? കാലത്ത് മോർണിംഗിൽ ആ 9:15 വന്ന ആ സെല്ലിങ്ങിന് ശേഷം ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ. ഈ 46,000 ഇത് ഹ്യൂജ് POC ആണ്. ഇത് 46,944. ഇന്ന് ഏകദേശം ബാങ്ക് നിഫ്റ്റി തിരിച്ച് ആ ലെവൽ വരെ എത്തുകയും റിവേഴ്സായി വരികയും നമ്മുടെ സപ്പോർട്ട് സോണായ 42,600 മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കാലത്തുണ്ടായ സെല്ലേഴ്സ് ഒക്കെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മൈനസ് ഡെൽറ്റയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ POC എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC ഒരു റെഫറൻസ് സോൺ ഇപ്പോഴും കിടക്കുകയാണ്. ഇപ്പം ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 46,650 ബാങ്ക് നിഫ്റ്റിയുടെ POC. ഈ ബാങ്ക് നിഫ്റ്റിയുടെ POC 46,650 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഒരു സെല്ലിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ 46,904 അതിന് മുകളിലോട്ടാണെങ്കിൽ 47,040 ഇന്നത്തെ POC ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ 46,600 എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 46,600 താഴെ 46,437 അതിന് താഴെ 46,305 അതിന് താഴെ അടുത്ത 46,223 അതിന് താഴെ 46,116. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ടൈറ്റ് റേഞ്ചിലാണ് സെല്ലേഴ്സ് എല്ലാം ഫെയിലിയർ ആയി പോവുകയാണ് സംഭവിച്ചത് ബാങ്ക് നിഫ്റ്റിയിൽ. സോ സ്വാഭാവികമായിട്ട് അത് അവരുടെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാമായിരിക്കുമല്ലോ. ഒരു സെല്ലറുടെ ഫെയിലിയർ ആണ് ഒരു ബയറുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് പൊതുവേ മാർക്കറ്റ് ഒരു ബാലൻസ് ആണ് തന്നത്. മോർണിംഗ് ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് ആദ്യത്തെ ഒരു മണിക്കൂറിൽ സംഭവിച്ചതിന് ശേഷം നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഒരു റേഞ്ചാണ് പഴയ പ്രൊഫൈലിലോട്ട്, അതായത് താഴെ വന്ന പ്രൊഫൈലിലോട്ട് കയറിപ്പോയതല്ലാതെ ആ ഭാഗത്ത് നിന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇന്നത്തെ രണ്ടിൻ്റെ നമ്മളിനി അടുത്ത നമുക്ക് ആ POC ഒന്ന് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. സോ നമ്മളെ നിഫ്റ്റിയുടെ POC നമ്മൾ പറയണത് ഇന്നത്തെ ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണ്ടേ. നമുക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നമുക്ക് നിഫ്റ്റിയുടെ POC നമുക്ക് മാർക്ക് ചെയ്യാം. സോ നമ്മൾ ഇന്നത്തെ POC എത്രയാണ്? 22,095 ആണ് നമ്മളെ നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞാൽ. നിഫ്റ്റിയുടെ POC എത്രയാണ്? 22,095. സോ
നമുക്ക് ആ POC മാർക്ക് ചെയ്തു. നമ്മൾ ആ POC നമ്മൾ കളർ ഇട്ടു, എന്താണ് മജന്ത കളർ, നമ്മൾ മാഗ്നറ്റോ കളർ. അതിന് മുകളിൽ 22,140 എന്ന് പറഞ്ഞ ലെവല് ഒരു സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആണ്. ഇപ്പം അത് നോക്കണം. ആ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് റെസിസ്റ്റൻസ് ആണ്. നമ്മൾ അതിനെ ബ്ലാക്ക് ആയിട്ട് വരയ്ക്കാം നമുക്ക് കുറച്ച് എളുപ്പത്തിന്. അതിന് മുകളിലാണെങ്കിൽ അടുത്തത് 22,195 ഇന്നത്തെ ഹൈയും, അതിന് മുകളിൽ നമുക്ക് ഇന്നലത്തെ ഗ്യാപ് സോണായ 22,238 ഒരു ഗ്യാപ് സോൺ ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതിന് മുകളിൽ 22,260. ഓക്കെ, ഇതായിരിക്കണം നിഫ്റ്റിയുടെ നമുക്ക് തിങ്കളാഴ്ചത്തെ വരാൻ പോകുന്ന ലെവല്. താഴോട്ട് നമ്മൾ പറഞ്ഞ പോലെ 22,095 സപ്പോർട്ടിന് താഴെ അടുത്ത 22,070 ഒരു സപ്പോർട്ടാണ്. 70 അത് ഓർത്തോണം. ആ 70 റേഞ്ചിൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് നീല കളറിൽ പച്ച കളറിൽ മാർക്ക് ചെയ്യാം. അതിന് താഴെ അടുത്ത വരുന്നത് 22,000 ഇന്നത്തെ ലോ ആയ 22,030 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് താഴെ 22,971 960, അതിന് താഴെ നമ്മൾ പറഞ്ഞ 835. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഇങ്ങനെ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. സോ നെക്സ്റ്റ് വീക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഡ്യൂ ടു ദ നോട്ടിഫിക്കേഷന് നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളൊരു നാളെ നാളെ രാത്രി 9 മണിക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ലെവല് വെച്ച് നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞതിനെക്കുറിച്ചും, കൂടാതെ നമ്മുടെ മോർണിംഗിൽ നമ്മൾ ഈ നമ്മുടെ ക്ലയൻസിന് ഈ ഓർഡർ ഫ്ലോയും ഓർഡർ ഫ്ലോയ്ക്കകത്തുള്ള മോർണിംഗിലുള്ള A പീരീഡ് POC നമ്മൾ കൊടുക്കാറുണ്ട്. ആ A പീരീഡ് POCക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേക്കും, ബാങ്ക് നിഫ്റ്റി ഇന്ന് കാലത്ത് വന്ന POC 940 റേഞ്ചിലായിരുന്നു. ഇന്ന് ഏകദേശം തിരിച്ച് റിവേഴ്സൽ പോയിന്റ് വന്നപ്പോഴും ആ പോയിന്റിൽ അവിടെ വരെ എത്തി തിരിച്ച് വരികയാണ് ചെയ്തത്. സോ എന്ന് സെല്ലർ ആദ്യം വന്നത് അവിടെ ആയതുകൊണ്ട് ആ എത്തിയ സമയത്ത് അവിടെ വീണ്ടും അയാൾ ആക്ട് ചെയ്തു. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ആ ഒരു POC സെല്ലിങ് ആക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ താഴോട്ട് വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. സോ നമുക്ക് എപ്പോഴും നമ്മൾ മോർണിംഗിൽ വരുന്ന ആ 9:15 തൊട്ട് 9:45 വരുന്ന ആ POCക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതിനെക്കുറിച്ചുള്ള ഒരു ഗൂഗിൾ മീറ്റിൽ നമുക്ക് നാളെ വൈകിട്ട് ഒരു 9 മണിക്ക് രാത്രി 9 മണിക്ക് ഒരു സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള POC ട്രേഡ് സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ജനറൽ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. താല്പര്യമുള്ളവർ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആ ലിങ്ക് തരുകയും ചെയ്യുന്നതാണ്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു വിഷ്ണു ഗുപ്തൻ.